ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ജീവി ബന്ധമേത്? ഉത്തരം കമൻസലിസം. ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ജീവി ബന്ധമേത്? ഉത്തരം കമൻസലിസം. സെറിബ്രത്തിന് താഴെ സെറിബെല്ലത്തോട് ചേർന്ന ദണ്ടുപോലെ കാണപ്പെടുന്ന ഭാഗമേത്? ഉത്തരം മെഡുല്ല ഒബ്ലോംഗേറ്റ. സെറിബ്രത്തിന് താഴെ സെറിബെല്ലത്തോട് ചേർന്ന ദണ്ടുപോലെ കാണപ്പെടുന്ന ഭാഗമേത്? ഉത്തരം മെഡുല്ല ഒബ്ലോംഗേറ്റ. ഗ്ലോസിറ്റിസ് എന്നറിയപ്പെടുന്ന നാവിൻ്റെ വീക്കത്തിന് കാരണമാകുന്നത് ഏത് വൈറ്റമിൻ്റെ അപര്യാപ്തത? ഉത്തരം റൈബോഫ്ലാവിൻ. ഗ്ലോസിറ്റിസ് എന്നറിയപ്പെടുന്ന നാവിൻ്റെ വീക്കത്തിന് കാരണമാകുന്നത് ഏത് വൈറ്റമിൻ്റെ അപര്യാപ്തത? ഉത്തരം റൈബോഫ്ലാവിൻ. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളികളായ ഭീകരർക്കെതിരെ ഇന്ത്യൻ സേന നടത്തിയ ദൗത്യമേത്? ഉത്തരം ഓപ്പറേഷൻ മഹാദേവ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളികളായ ഭീകരർക്കെതിരെ ഇന്ത്യൻ സേന നടത്തിയ ദൗത്യമേത്? ഉത്തരം ഓപ്പറേഷൻ മഹാദേവ്. ആഗോള താപനം ഉയർത്തുന്ന വെല്ലുവിളികൾ ഏതെല്ലാം? ആഗോള താപനം ഉയർത്തുന്ന വെല്ലുവിളികൾ ഏതെല്ലാം? ഉത്തരം: 1. ധ്രുവങ്ങളിലെ മഞ്ഞുരുകി സമുദ്രനിരപ്പ് ഉയരുന്നു. 1. ധ്രുവങ്ങളിലെ മഞ്ഞുരുകി സമുദ്രനിരപ്പ് ഉയരുന്നു. 2. ആവാസ വ്യവസ്ഥയിലെ സസ്യജന്തുജാലങ്ങൾ നശിക്കുന്നു. 2. ആവാസ വ്യവസ്ഥയിലെ സസ്യജന്തുജാലങ്ങൾ നശിക്കുന്നു. 3. സമുദ്രതീര ആവാസ വ്യവസ്ഥ നശിക്കുന്നു. 3. സമുദ്രതീര ആവാസ വ്യവസ്ഥ നശിക്കുന്നു. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉത്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കാനുള്ള അന്താരാഷ്ട്ര ഉടമ്പടി ഏത്? ഉത്തരം: മോൺട്രിയൽ പ്രോട്ടോക്കോൾ. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉത്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കാനുള്ള അന്താരാഷ്ട്ര ഉടമ്പടി ഏത്? ഉത്തരം: മോൺട്രിയൽ പ്രോട്ടോക്കോൾ. കേരള സർക്കാർ 2015 സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച ഇനങ്ങളേതെല്ലാം? ഉത്തരം: 1. ഇടിമിന്നൽ. 2. കടലേറ്റം മൂലമുള്ള തീരശോഷണം. 3. ശക്തമായ കാറ്റ്. കേരള സർക്കാർ 2015 സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച ഇനങ്ങളേതെല്ലാം? ഉത്തരം: 1. ഇടിമിന്നൽ. 2. കടലേറ്റം മൂലമുള്ള തീരശോഷണം. 3. ശക്തമായ കാറ്റ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ഘടന എന്ത്? ഉത്തരം: ചെയർപേഴ്സണും 2 അംഗങ്ങളും. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ഘടന എന്ത്? ഉത്തരം: ചെയർപേഴ്സണും 2 അംഗങ്ങളും. റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദമേത്? ഉത്തരം: അനുച്ഛേദം 226. റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദമേത്? ഉത്തരം: അനുച്ഛേദം 226. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും മുഖ്യ ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? ഉത്തരം: 9ാം പദ്ധതി. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും മുഖ്യ ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? ഉത്തരം: 9ാം പദ്ധതി.